ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളമാണ്. ഇപ്പോൾ നമുക്ക് ചൂടുകാലം തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും അധികം കുടിക്കുന്നത് നാരങ്ങ വെള്ളമായിരിക്കും. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തോന്നി, ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ്. പിന്നെ വേണ്ടത് സ്ട്രോബെറി ക്രഷാണ്. അപ്പോൾ ഇത് എങ്ങനത്തെ ക്രഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഈ സ്ട്രോബെറിയുടെ പീസസൊക്കെ അങ്ങനെ തന്നെ കിടക്കേണ്ടത് ഇതിൽ. അപ്പോൾ നല്ല ഒരു സ്ട്രോബെറി ക്രഷാണത്. നല്ല പേസ്റ്റ് പോലെയുള്ളതല്ല, അതിൽ സ്ട്രോബെറിയുടെ പീസസൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ മാംഗോ ക്രഷ് ഉണ്ടെങ്കിൽ, അതേപോലെ പൈനാപ്പിൾ ക്രഷോ എന്തുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കൂടെ ജാം ഇട്ടൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്നാലും നന്നായിരിക്കും. ലൈമും സ്ട്രോബെറിയും കൂടെ ചേരുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റായി തോന്നി. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് സ്ട്രോബെറി ക്രഷ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പ്, തണുത്ത വെള്ളം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് തണുപ്പ് വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക, കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ചേർന്ന് മിക്സിയിൽ ഒരൊറ്റ അടി അടിക്കുക. അപ്പോൾ ഞാനൊരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വെള്ളം അല്ല കേട്ടോ, അറിയാതെ പറഞ്ഞു പോയതാണ്. നാരങ്ങ, പ്യുവറായിട്ടുള്ള നാരങ്ങയുടെ ജ്യൂസ്, സ്ട്രോബെറി ക്രഷ്. ഇത് ഞാൻ ഒരുപാട് ഇടണില്ല, എന്താ അറിയോ, ആ നാരങ്ങയുടെ ഫ്ലേവർ പോകാൻ പാടില്ലല്ലോ. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഇനി അടുത്തത് നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലൊരു 400 ml വെള്ളമാണ് ചേർക്കണത്. 1/2 ലിറ്ററിന് 100 മില്ലി കുറവ്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം ഞാൻ എന്താ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പതയോടുകൂടെ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു നാരങ്ങ വെള്ളത്തിന്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയ ഒരു നാരങ്ങ വെള്ളം ഉണ്ട്. അതും ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയൊരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ തംസപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടണ വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ആൾ.